കാലിക്കറ്റ് സർവകലാശാല ഡിപ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ്എഫ്ഐക്ക് ഉജ്ജ്വല വിജയം. 1000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എസ്എഫ്ഐ സ്ഥാനാർത്ഥികളുടെ വിജയം. ഒക്ടോബർ 10 നടന്ന തെരഞ്ഞെടുപ്പ് അക്രമത്തിലൂടെ യുഡിഎസ്എഫ് അട്ടിമറിച്ചതിനെ തുടർന്നായിരുന്നു വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. ഹൈക്കോടതി ഉത്തരവനുസരിച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ 9-ൽ 9 സീറ്റും എസ്എഫ്ഐ നേടി. പരാജയം ഉറപ്പായിരുന്ന യുഡിഎസ്എഫ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും എംഎസ്എഫ് കെഎസ്യു പ്രവർത്തകർ വന്ന് വോട്ട് ചെയ്തു. ആകെ പോൾ ചെയ്ത 1764 വോട്ടിൽ 1106 മുതൽ 1171 വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിനാണ് എസ്എഫ്ഐ സ്ഥാനാർത്ഥികൾ ജയിച്ചത്. 10-നാണ് ആദ്യം തെരഞ്ഞെടുപ്പ് നടന്നത്. EMS സെമിനാർ ഹാളിൽ വോട്ടെണ്ണൽ നടക്കവേ തോൽവി ഉറപ്പായ യുഡിഎസ്എഫുകാരും പുറത്തുനിന്നെത്തിയ യൂത്ത് ലീഗുകാരും അക്രമം അഴിച്ചുവിട്ടു. അക്രമം രൂക്ഷമായതോടെ വോട്ടെണ്ണൽ താൽക്കാലികമായി നിർത്തിവെച്ചു. വോട്ട് ചെയ്യാത്തവരാണ് PDPP കേസിൽ പ്രതിയായവർ, അധ്യാപകരെ അസഭ്യം വിളിച്ചവർ, EMS സെമിനാർ കോംപ്ലക്സിന് കല്ലെറിഞ്ഞവർ, പോലീസുകാരന്റെ കണ്ണെറിഞ്ഞുടച്ചവർ. ഇവർക്ക് ബഹിഷ്കരിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല. കാരണം എന്താ, ഇവിടെ വന്ന പോലീസ് തൂക്കിയെടുത്ത് അകത്തിടും. അതുകൊണ്ട് ഒളിച്ചോടിയ ചില പ്രധാന MSF KSU നേതാക്കൾ അല്ലാതെ അവരുടെ പ്രവർത്തകരെല്ലാം ബഹിഷ്കരണത്തിലൂടെ ഇടയിലൂടെ വന്ന് വോട്ട് ചെയ്തു. UDFന് അനുകൂലിയായ താൽക്കാലിക വൈസ് ചാൻസലർ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. ഇതിനെതിരെ SFI ചെയർമാൻ സ്ഥാനാർത്ഥി TV അമർദേവ് അടക്കമുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചു. 31-നകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഹൈക്കോടതി VCക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കൈരളി ന്യൂസ്, മലപ്പുറം.